വെൽക്കം ടു സ്പോർട്സ് ട്രാക്ക് ഓഫ് അവർ ചാനൽ റീഗ്രേസ് പ്ലസ്. ഇന്ന് നമ്മൾ IPL 2024 രാജസ്ഥാൻ റോയൽസിൻ്റെ സ്കോഡ്, പ്രോബബിൾ 11, സ്ട്രെങ്ത്, വീക്ക്നെസ് മുതലായ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. IPL ഒരു തവണ മാത്രമേ രാജസ്ഥാൻ റോയൽസ് കിരീടം നേടാൻ സാധിച്ചുവെങ്കിലും ഏറെ ആരാധകരുള്ള ടീമാണ് രാജസ്ഥാൻ റോയൽസ്. 2022 ഫൈനൽ എത്തിയതാണ് അവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടം. കഴിഞ്ഞ സീസണിൽ നേരിയ മാർജിനിലാണ് അവർക്ക് പ്ലേ ഓഫ് നഷ്ടപ്പെട്ടത്. രാജസ്ഥാൻ റോയൽസ് IPL 2024 തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇറങ്ങാൻ പോകുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബാറ്റിങ്ങിലും ബോളിങ്ങിലും കുറച്ചും കൂടി സന്തുലിതമായ ടീമായി മാറിയിരിക്കുന്നു. 5 കളിക്കാരെയാണ് ടീം ഇത്തവണ താരലേലത്തിൽ സ്വന്തമാക്കിയത്. ട്രേഡിങ്ങിലൂടെ ദേവദത്ത് പടിക്കലിന് പകരം ആവേഷ് ഖാനെ എടുത്ത് ആറാറിൻ്റെ ഇന്ത്യൻ ബോളിംഗ് സ്ട്രെങ്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ 2 സീസണിലും സഞ്ജുവിൻ്റെ ലീഡർഷിപ്പിൽ ടീം വളരെ ഒത്തിണക്കത്തോടെ കളിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഒരു നല്ല ടീം വർക്ക് എഫേർട്ട് അവരുടെ മാച്ചസ് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. മുതിർന്ന താരങ്ങൾ വളരെ ഒത്തിണക്കത്തോടെയാണ് ആറാറിൽ കളിക്കുന്നത്. ക്യാപ്റ്റൻ സഞ്ജു സാംസണും ടീം മാനേജ്മെൻറ്റും ഇത്തവണ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇനി സഞ്ജുവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയ്ക്കായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി കൂടി നേടിയതോടെ സഞ്ജു തികഞ്ഞ ആത്മവിശ്വാസത്തിലും അതുപോലെ തന്നെ തകർപ്പൻ ഫോമിലുമാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയ്ക്കായി 3-ാം നമ്പറിലാണ് സഞ്ജു സെഞ്ചുറി നേടിയത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ട ബാറ്റിംഗ് പൊസിഷനാണ് 3-ാം നമ്പർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ കരുതപ്പെടുന്നത്. വരുന്ന സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ഏറ്റവും ശക്തമായ പ്ലേയിങ് 11 എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. രാജസ്ഥാൻ റോയൽസിൻ്റെ ഓപ്പണിംഗ് നിരയിൽ ആർ കളിക്കുമെന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നും വേണ്ട. ഇന്ത്യയ്ക്കായി 3 ഫോർമാറ്റിലും ഓപ്പൺ ചെയ്തു തുടങ്ങിയ ജസ്വാൾ തന്നെയായിരിക്കും ഒരു ഓപ്പണർ. കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷിച്ച അത്രയ്ക്ക് തിളങ്ങിയില്ലെങ്കിലും ഇംഗ്ലീഷ് നായകൻ ജോസ് ബട്ട്ലർ ആയിരിക്കും മറ്റൊരു ഓപ്പണർ. ഇംഗ്ലണ്ട് താരം ടോം കാറ്റ്മോർ ഓപ്പണിങ്ങിലുള്ള മറ്റൊരു ചോയ്സാണ്. T10 ക്രിക്കറ്റിലെല്ലാം എക്സ്പ്ലോസീവ് ബാറ്റിംഗ് നടത്തുന്ന പ്ലെയറാണ് കാറ്റ്മോർ. ഓപ്പണിംഗ് സഖ്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഞ്ചുറിയോ റെസ്റ്റ് വരുന്ന സാഹചര്യത്തിലായിരിക്കും കാറ്റ്മോർ കളിക്കാൻ സാധ്യത. ജോസ് ബട്ട്ലർ പെർഫോം ചെയ്യേണ്ടത് ആറാറിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വളരെ അത്യാവശ്യമാണ്. 3-ാം നമ്പറിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഞ്ജു തന്നെ കളിക്കാനാണ് സാധ്യത. കഴിഞ്ഞ സീസണിൽ സാഹചര്യത്തിനനുസരിച്ച് മാറിയാണ് സഞ്ജു മധ്യനിരയിൽ ബാറ്റിംഗ് ചെയ്തത്. ഇന്ത്യയ്ക്കായി 3-ാം നമ്പറിൽ സെഞ്ചുറി നേടിയതോടെ സഞ്ജു 3-ാം നമ്പറിൽ സ്ഥിരമായി കളിക്കാനാണ് സാധ്യത. ടീമിന് വേണ്ടി വിക്കറ്റ് കാക്കുന്നതും അദ്ദേഹം തന്നെയായിരിക്കും. 4-ാം നമ്പറിൽ ആര് കളിക്കുമെന്നത് കുറച്ച് ആശയക്കുഴപ്പം പിടിച്ച കാര്യമാണ്. രാജസ്ഥാൻ റോയൽസ് എപ്പോഴും പിന്തുണയ്ക്കുന്ന റിയാൻ പരാഗ് 4-ാം നമ്പറിൽ കളിക്കാനാണ് നമ്മൾ കാണുന്ന സാധ്യത. റോമാൻ പവനും ഒരുപക്ഷെ 4-ാം നമ്പറിൽ കളിച്ചേക്കാം. കഴിഞ്ഞ ആഭ്യന്തര സീസണിൽ റിയാൻ പരാഗ് മിഡിൽ ഓർഡറിൽ മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അത് അദ്ദേഹത്തിന് 4-ാം നമ്പർ കളിക്കാൻ ഒരു മുൻകൈ കൊടുക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ജുറേൽ ഒരുപക്ഷെ ഇമ്പാക്ട് പ്ലെയറായി 4-ാം നമ്പറിൽ കളിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വന്നാൽ പരാഗ് താഴെ ഇറങ്ങി കളിക്കേണ്ടി വരും. 6-ാം നമ്പറിലോ 7-ാം നമ്പറിലോ ആയിരിക്കും പരാഗ് കളിക്കുക. 5-ാം നമ്പറിലും 6-ാം നമ്പറിലും യഥാക്രമം ഷിമ്രൺ ഹെറ്റ്മെയർ, റോമാൻ പവൽ കളിക്കാനാണ് നമ്മൾ കാണുന്ന സാധ്യത. രണ്ടുപേരും മികച്ച ഫിനിഷേഴ്സാണ്. 7.4 കോടി രൂപയ്ക്കാണ് ഇത്തവണ ആറാറിൽ എത്തിച്ച താരമാണ് റോമാൻ പവൽ. ഓൾറൗണ്ടർ എന്ന നിലയിൽ 7-ാം നമ്പറിൽ രവിചന്ദ്രൻ അശ്വിൻ തന്നെ കളിക്കാനാണ് സാധ്യത. ചില പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കിട്ടാനും ചാൻസ് ഉണ്ട്. ഇനി ബൗളിങ്ങിലോട്ട് കടക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയ ബോളിംഗ് അറ്റാക്കാണ് ആറാറിന് ഇത്തവണ ഉള്ളത്. വിദേശ പേസറായി ട്രെൻറ്റ് ബോൾട്ട് തന്നെയായിരിക്കും ആദ്യ ലെവലിൽ സ്ഥാനം പിടിക്കുക. സൗത്ത് ആഫ്രിക്കയുടെ നാൻഡ്രെ ബർഗർ മികച്ചൊരു ഫാസ്റ്റ് ബൗളർ ഓപ്ഷനാണ്. ഇക്കഴിഞ്ഞ ടെസ്റ്റ് സീരീസിൽ നാൻഡ്രെ ബർഗർ മികച്ച ബോളിംഗാണ് കാഴ്ചവെച്ചത്. അദ്ദേഹം ട്രെൻറ്റ് ബോൾട്ടിന് എപ്പോഴും ഒരു ബാക്കപ്പ് ആയിരിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. സ്പിന്നർമാരിൽ 1-ാം സ്ഥാനം ചഹാൽ തന്നെയാണ്. പരിക്കുമാറി എത്തുന്ന പ്രസിദ്ധ് കൃഷ്ണ തന്നെയായിരിക്കും ഇന്ത്യൻ പേസർമാരിൽ ആദ്യ ചോയ്സ്. ആവേഷ് ഖാൻ ആയിരിക്കും മറ്റൊരു ഇന്ത്യൻ പേസർ. ഇനി ഇമ്പാക്ട് പ്ലെയേഴ്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഇമ്പാക്ട് പ്ലെയറായി വന്ന് പിന്നീട് പ്ലേയിങ് 11 സ്ഥാനം ഉറപ്പാക്കിയ ധ്രുവ് ജുറേലാണ് ആദ്യ ചോയ്സ്. ഇവിടെ ജുറേലിന് വെല്ലുവിളി ആവാൻ സാധ്യതയുള്ള താരം ശുഭൻ ദുബെയാണ്. ഓപ്ഷനിൽ 5.8 കോടിക്കാണ് അദ്ദേഹത്തെ എടുത്തത്. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് ദുബെ. ഹൈ സ്ട്രൈക്ക് റേറ്റിൽ റൺ സ്കോർ ചെയ്യാനുള്ള കഴിവാണ് അദ്ദേഹത്തിന് പ്രത്യേകത. ഇനി ആറാറിൻ്റെ സ്ട്രെങ്ത് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് ആറാറിൻ്റെ ബോളിംഗ് ഇമ്പ്രൂവ് ആയി ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആവേഷ് ഖാൻ്റെ അഡീഷനും റോമാൻ പവലിൻ്റെ ഓൾറൗണ്ട് എബിലിറ്റിയും എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യൻ പേഴ്സസിനും ഓവർസീസ് പേഴ്സസിനും മികച്ച ബാക്കപ്പ് ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റും സ്ട്രോങ് ആണ്. ആദം സംഭയെ പോലുള്ള മാച്ച് വിന്നേഴ്സിനോ പ്ലേയിങ് 11 ചാൻസ് കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. അതുതന്നെ സൂചിപ്പിക്കുന്നത് ആറാറിൻ്റെ ബോളിംഗ് ലൈനപ്പ് വളരെ സ്ട്രോങ് ആണ് എന്നാണ്. ആറാറിൻ്റെ ബാറ്റിംഗ് ലൈനപ്പ് വളരെ മികച്ചതാണ്. ഒറ്റയ്ക്ക് മത്സരത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരുപാട് പ്ലേയേഴ്സ് അവരുടെ പ്ലേയിങ് 11 ഉണ്ട്. ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ മുതലായ മാച്ച് വിന്നേഴ്സ് അവരുടെ പ്ലേയിങ് 11 ഉണ്ട്. അതുപോലെ ഫിനിഷേഴ്സായ റോമാൻ പവൽ, ഷിമ്രൺ ഹെറ്റ്മെയർ എന്നിവർ മത്സരത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള പ്ലേയേഴ്സാണ്. ഇനി വീക്ക്നെസ് നോക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ എസ്റ്റാബ്ലിഷ് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ്റെ കുറവ് നമുക്ക് കാണാൻ കഴിയും. ഇഞ്ചുറി ഓർ കൺസേൺ വരികയാണെങ്കിൽ മാത്രമേ ഒരു വീക്ക്നെസ്സായി ഇത് വരികയുള്ളൂ. അതുപോലെ 6 അശ്വിനെ കൂടാതെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ എസ്റ്റാബ്ലിഷ് ആയ ഒരു ഇന്ത്യൻ ഓൾറൗണ്ടർ കുറവ് നമുക്ക് കാണാൻ കഴിയും. അത് നേരത്തെ പറഞ്ഞതുപോലെ ഇഞ്ചുറി ഓർ കൺസേൺ വരികയാണെങ്കിൽ മാത്രമേ ഒരു വീക്ക്നെസ്സായി പറയാൻ പറ്റൂ. ഡെത്ത് ഓവർ ബോളിങ്ങിലും ആറാറിനും നേരിയ പ്രശ്നങ്ങളുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.
Please do like, comment and subscribe our channel. Thank you.